വെൽക്കം ബാക്ക്. സെൻറ്റൻസ് മേക്കിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പ്രസന്റ് ടെൻസസ് ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസസ് നിർമ്മിക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക്. പ്രസന്റ് ടെൻസസിനെ കുറിച്ച് നമ്മൾ വേറെയും ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ 4 എണ്ണം ഉണ്ട്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒരു വെർബ് നമുക്ക് പല ടെൻസിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വെർബ് 4 ടെൻസിലും യൂസ് ചെയ്യുമ്പോൾ മീനിങ്ങിൽ വരുന്ന ഡിഫറൻസസ് വ്യക്തമാക്കുന്ന എക്സാമ്പിൾസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്ന സെന്റൻസസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. അവൾ കുട്ടികൾക്കുള്ള കഥകൾ എഴുതാറുണ്ട്. അവൾ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഹാബിറ്റ് ആവാം, അവളുടെ റുട്ടീന്റെ ഭാഗമാവാം, അവൾ പതിവായി ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കാം, ജോലി, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇത്തരം ആശയങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടി നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യാം? ഒരാൾ പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, പതിവായി ചെയ്യുക എന്ന് പറയുമ്പോൾ എന്നും ചെയ്യണമെന്നില്ല, എന്നാലും കൂടെ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇപ്പൊ സംസാരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനല്ല സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്നത്, അതിനുപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. മറിച്ച് സാധാരണ ഒരാൾ ചെയ്യാറുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്, അതായത് ഹാബിറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ റുട്ടീൻസിനെ കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറൽ ട്രൂത്ത്സിനെ കുറിച്ച് പറയാനും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് പറയേണ്ടത് അവൾ കുട്ടികൾക്കുള്ള കഥകൾ എഴുതാറുണ്ട് എന്നാണ്. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? സബ്ജക്റ്റ് ഷീ ആണ്, ഷീ. എഴുതുക, റൈറ്റ്. കഥകൾ, സ്റ്റോറീസ്. കുട്ടികൾക്കുള്ള കഥകൾ, സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ പറയുക: ഷീ റൈറ്റ്സ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. റൈറ്റ് എന്ന വെർബിന് ശേഷം എസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക, കാരണം സബ്ജക്റ്റ് ഷീ ആണ്. സബ്ജക്റ്റ് ഐ ആയിരുന്നെങ്കിൽ ഐ റൈറ്റ് സ്റ്റോറീസ് എന്നാണ് നമ്മൾ പറയുമായിരുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ നൗണോ പ്രനൗണോ ആവുന്ന സമയത്ത് വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യും. സബ്ജക്റ്റ് ഐ ആവുമ്പോൾ, ഐ സിംഗുലർ ആയ ഒരു പ്രനൗൺ ആണ്, പക്ഷേ നമ്മൾ വെർബിന്റെ കൂടെ ഇങ്ങനെ എസ് ആഡ് ചെയ്യില്ല. ഐ റൈറ്റ് എന്നാണ് പറയുക, പക്ഷേ ഹി റൈറ്റ്സ് അല്ലെങ്കിൽ ഷീ റൈറ്റ്സ്, അങ്ങനെ വേണം പറയാൻ. അവൾ കവിതകളും എഴുതാറുണ്ടോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു അവൾ കഥകൾ എഴുതാറുണ്ട് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചോദിക്കുകയാണ് അവൾ കവിതകളും എഴുതാറുണ്ടോ? കവിതകളും എഴുതാറുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഓക്സിലറി വെർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെക്കുകയാണ് ചെയ്യുക. പക്ഷെ സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും അഫർമേറ്റീവ് സെന്റൻസിലും ഓക്സിലറി വെർബ്സ് ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും നെഗറ്റീവ് ഉണ്ടാക്കാനും നമ്മളൊരു ഓക്സിലറി വെർബിനെ അവിടെ സപ്ലൈ ചെയ്യണം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് 2 ഓക്സിലറീസ് ആണ്. ഡു ഉപയോഗിക്കും, നമ്മൾ ഡസ് ഉപയോഗിക്കും. ഡു ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്, അതുപോലെ തന്നെ ഐയുടെ കൂടെയും ഡു ആണ് ഉപയോഗിക്കുക. ഡസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്, സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുക ഡസ് ആണ്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മളത് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്: ഡസ്, അതിനുശേഷം സബ്ജക്റ്റ് വരും. ഷീ ഓൾസോ റൈറ്റ് പോയംസ്. അവൾ കവിതകളും എഴുതാറുണ്ടോ? കവിതകളും എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഓൾസോ റൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡസ് ഷീ റൈറ്റ് പോയംസ് എന്ന് പറഞ്ഞാൽ അവൾ കവിതകൾ എഴുതാറുണ്ടോ എന്നാണ് അർത്ഥം. ഡസ് ഷീ ഓൾസോ റൈറ്റ് പോയംസ് എന്ന് പറയുമ്പോൾ അവൾ കവിതകളും എഴുതാറുണ്ടോ? ഇല്ല, അവൾ കവിതകൾ എഴുതാറില്ല. നോ, അത്രയും പറഞ്ഞാലും മതി. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു സെന്റൻസും അവിടെ ആഡ് ചെയ്യാം. നോ ഷീ ഡസിന്റ്. അതിന്റെ മുഴുവൻ ഫോം നോ ഷീ ഡസിൻ റൈറ്റ് പോയംസ് എന്നാണ്. ആ റൈറ്റ് പോയംസ് അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡസിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മളിങ്ങനെ ഷോർട്ട് ആൻസേഴ്സിൽ നമ്മൾ പൊതുവെ ഓക്സിലറി വെർബും സബ്ജക്റ്റും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. വെർബിന്റെ മറ്റു ഭാഗങ്ങളോ അതുപോലെ തന്നെ ഒബ്ജക്ട്സോ ഒന്നും നമ്മളിങ്ങനെ ഷോർട്ട് ആൻസേഴ്സിൽ പൊതുവെ ഉപയോഗിക്കാറില്ല. ഷീ ഡസിൻ റൈറ്റ് പോയംസ് എന്ന് പറയുന്നതിന് പകരമാണ് ഷീ ഡസിൻ എന്ന് പറയുന്നത്. അവൾ ഇപ്പോൾ ഒരു പുതിയ കഥ എഴുതുകയാണ്. ഈ പറയുന്ന സമയത്ത് അവൾ എഴുതുകയാണ് എന്നതിനൊരു അർത്ഥമില്ല. അവൾ ഈ ദിവസങ്ങളിൽ ഒരു പുതിയ കഥ എഴുതുകയാണ് എന്ന മീനിങ്ങേ ഉള്ളൂ. അതായത് അവൾ കഥ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം എഴുതുകയാണ് എന്ന അർത്ഥമില്ല കേട്ടോ. ഈ പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനും അതുപോലെ തന്നെ എറൗണ്ട് നൗ, ഇക്കാലത്തിനിടയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ നമ്മളിത് എങ്ങനെയാ പറയുന്നത്? സബ്ജക്റ്റ് ഷീ ആണ്. ഷീ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്താണ്? ഈസ്, ആം, ആർ പ്ലസ് ing ആണ്. ഈസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ആം ഉപയോഗിക്കുക ഐയുടെ കൂടെയാണ്, ആർ ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. യു സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അതിന്റെ കൂടെ നമ്മൾ ആറാണ് യൂസ് ചെയ്യുക. ഷീ ഈസ് റൈറ്റിംഗ് എ ന്യൂ സ്റ്റോറി
ഇപ്പോൾ, അറ്റ് ദ മൊമെന്റ് എന്നോ നൗന്നോ ദീസ് ഡേയ്സ് എന്നോ ഒക്കെ നമുക്ക് പറയാം. ഷീ ഈസ് റൈറ്റിംഗ് എ ന്യൂ സ്റ്റോറി അറ്റ് ദ മൊമെന്റ്. ഇവിടെ ഈസ് ഉപയോഗിക്കാൻ കാരണം മനസ്സിലായല്ലോ, സബ്ജക്റ്റ് ഷീ ആണ്, ഷീ സിംഗുലർ പ്രൊനൗൺ ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഈസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷീ ഈസ് റൈറ്റിംഗ് എ ന്യൂ സ്റ്റോറി അറ്റ് ദ മൊമെന്റ്. അറ്റ് ദ മൊമെന്റ് എന്ന് പറഞ്ഞെങ്കിലും ഈ പറയുന്ന സമയത്ത് അത് നടക്കുന്നു എന്നൊരർത്ഥം അതിനില്ല. ഇപ്പോൾ എന്ന അർത്ഥത്തിലാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ആവണമെന്നില്ല. ഈയിടെയായി എന്നൊരർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അവൾ ഇതുവരെയായി എത്ര കഥകൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് അറിയേണ്ടത് കംപ്ലീഷനെ കുറിച്ചാണ്. എത്ര കഥകൾ അവൾ എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആണ്. എത്ര കഥകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടോ, വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ടോ, പോയിട്ടുണ്ട്, പോയിട്ടുണ്ടോ, ഇതെല്ലാം ചോദിക്കുന്നതിനും പറയുന്നതിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമുക്ക് ചോദിക്കേണ്ടത് ഇതുവരെയായി എത്ര കഥകൾ എഴുതിയിട്ടുണ്ട് എന്നാണ്. എത്ര കഥകൾ, ഹൗ മെനി സ്റ്റോറീസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്താണ്? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം. ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്, അവളാണ് സബ്ജക്റ്റ്. ഹൗ മെനി സ്റ്റോറീസ്, ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻ നമ്മൾ പൊതുവേ ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൗ മെനി സ്റ്റോറീസ് ഉപയോഗിച്ചിട്ടാണ്. എത്ര കഥകൾ അവൾ ഇതുവരെയായി എഴുതിയിട്ടുണ്ട്. പിന്നെയാണ് ഓക്സിലറി വെർബ് വരുന്നത്. ഇവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഹാസ് ആണ്. ഹൗ മെനി സ്റ്റോറീസ് ഹാസ് ഷീ റിട്ടൺ സോ ഫാർ. അവൾ ഇതുവരെയായി എത്ര കഥകൾ എഴുതിയിട്ടുണ്ട്. അവൾ 10 കഥകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക ഷീ ഹാസ് റിട്ടൺ 10 സ്റ്റോറീസ് എന്നാണ്. ഷീ ഹാസ് റിട്ടൺ 10 സ്റ്റോറീസ്. നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ആ ഹാസിനെ എടുത്ത് സബ്ജക്റ്റായ ഷീക്ക് മുന്നിൽ വെച്ചു. വേറെ പ്രത്യേകതകളൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് WH ക്വസ്റ്റ്യൻ ആയത് കാരണം നമ്മൾ ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൗ മെനി സ്റ്റോറീസ് ഹാസ് ഷീ റിട്ടൺ സോ ഫാർ. ഇതുവരെയായി അവൾ എത്ര കഥകൾ എഴുതിയിട്ടുണ്ട്. അവൾ 100-ലധികം കഥകൾ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാ പറയുന്നത്? ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ എപ്പോഴോ ചെയ്ത കാര്യമാണ്, പക്ഷെ ഇപ്പോഴും അത് ട്രൂ ആണ്. അതായത് ആ കഥകൾ എഴുതിയിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോഴും സത്യമാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ചെയ്തിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഇതെല്ലാം പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. അവൾ 100-ലധികം കഥകൾ എഴുതിയിട്ടുണ്ട്. ഷീ ഹാസ് റിട്ടൺ ഓവർ 100 സ്റ്റോറീസ്. അവൾ 100-ലധികം കഥകൾ എഴുതിയിട്ടുണ്ട്. 100-ലധികം എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ഓവർ 100 സ്റ്റോറീസ് എന്ന് പറയുന്നത്. നമുക്ക് മോർ ദാൻ 100 സ്റ്റോറീസ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അർത്ഥം. ഷീ ഹാസ് റിട്ടൺ മോർ ദാൻ 100 സ്റ്റോറീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ഹാസ് റിട്ടൺ ഓവർ 100 സ്റ്റോറീസ് എന്ന് പറയാം. ഏത് രീതിയിലും പറയാവുന്നതാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഈ ആക്ടിവിറ്റി പാസ്റ്റിൽ എപ്പോഴോ കംപ്ലീറ്റ് ആയ കാര്യമാണ്, പക്ഷെ അത് എപ്പോഴാണ് നമ്മൾ പറയുന്നില്ല. ഇങ്ങനെ സമയം പറയാതെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. അവൾ കുട്ടിയായിരുന്ന കാലം തൊട്ടേ കഥകൾ എഴുതാറുണ്ട്. ചെറിയ കുട്ടിയായിരുന്ന കാലം മുതൽ അവൾ എഴുതാറുണ്ട് എന്നാണ് പറയേണ്ടത്. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഈ സമയം വരെയും അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത് ഇനി ഭാവിയിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോകാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിന്റെ ഫോം എന്താണ്? ഹാസ് ബീൻ പ്ലസ് ING അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING. ഹാസ് ബീൻ ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഹാവ് ബീൻ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് സ്റ്റോറീസ്, അതാണ് ഒരു ക്ലോസ്. അവൾ കുട്ടിയായിരുന്ന കാലം തൊട്ടേ, അതും നമുക്ക് പറയണം. അത് നമ്മൾ എങ്ങനെയാ പറയുന്നത്? അതിന് നമ്മൾ ആ കാലം തൊട്ടേ എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സിൻസ് എന്നൊരു കൺജങ്ഷൻ അവിടെ ഉപയോഗിക്കും. നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്: ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് സ്റ്റോറീസ് സിൻസ് ഷീ വാസ് എ ചൈൽഡ്. കുട്ടിയായിരുന്ന കാലം. സിൻസ് ഷീ വാസ് എ ചൈൽഡ്. ഷീ വാസ് എ ചൈൽഡ് എന്ന് പറയുമ്പോൾ അവൾ ഒരു കുട്ടിയായിരുന്നു. സിൻസ് ഷീ വാസ് എ ചൈൽഡ് എന്ന് പറയുമ്പോൾ അവൾ കുട്ടിയായിരുന്ന കാലം തൊട്ട് എന്നർത്ഥം. അവളുടെ ചെറുപ്പകാലം മുതൽ എന്ന അർത്ഥത്തിലാണ് സിൻസ് ഷീ വാസ് എ ചൈൽഡ് എന്ന് പറയുന്നത്. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് സ്റ്റോറീസ് സിൻസ് ഷീ വാസ് എ ചൈൽഡ്. ഇവിടെ ടെൻസ് ശ്രദ്ധിക്കുക. നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ള ഹാസ് ബീൻ റൈറ്റിംഗ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഈ ആക്ടിവിറ്റിയാണ് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെയും കണ്ടിന്യൂ ചെയ്യുന്ന ആക്ടിവിറ്റി, കഥ എഴുതുക എന്നത്. സിൻസിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കാരണം കുട്ടിയായിരുന്ന കാലം മുതൽ എന്നാണ് നമുക്ക് പറയേണ്ടത്. കുട്ടിയായിരുന്നത് പണ്ട് എപ്പോഴോ ആണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് സ്റ്റോറീസ് സിൻസ് ഷീ വാസ് എ ചൈൽഡ്. ഈ ടെൻസ് തെറ്റിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. സിൻസ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. രാഹുൽ പലപ്പോഴും ടെന്നീസ് കളിക്കാറുണ്ട്. പലപ്പോഴും നമുക്കതിനെ ഫ്രീക്വന്റ്ലി എന്ന് പറയാം, ഓഫൺ എന്ന് പറയാം, ഒക്കേഷണലി എന്ന്
എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും എന്നാണ് അർത്ഥം. സബ്ജക്റ്റ് രാഹുൽ ആണ്. ടെന്നീസ് കളിക്കാറുണ്ട് പ്ലേ. സബ്ജക്റ്റ് രാഹുൽ ആയത് കാരണം നമ്മൾ അതിന് പ്ലേസ് എന്ന് പറയും. ഇത് അവന്റെ ഒരു ഹാബിറ്റ് ആണ്. ഹാബിറ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പൊ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ നോക്കിയത് റൈറ്റ് എന്ന വെർബിന്റെ 4 പ്രസന്റ് ടെൻസ് ഫോമും ഉപയോഗിക്കുമ്പോൾ വരുന്ന മീനിങ്ങിലുള്ള ഡിഫറൻസ് ആണ്. ഇനി നമുക്ക് പ്ലേ എന്ന വെർബ് 4 ടെൻസിലും യൂസ് ചെയ്യുമ്പോൾ മീനിങ് എങ്ങനെ മാറുന്നു എന്നാണ് നമ്മൾ ഇനിയുള്ള എക്സാമ്പിൾസിൽ നോക്കുന്നത്. രാഹുൽ ഓഫൺ പ്ലേസ് ടെന്നീസ്. രാഹുൽ ഓഫൺ പ്ലേസ് ടെന്നീസ്. ഇവിടെ ആ ഓഫൺ എന്ന അഡ്വർബിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. അത് വെർബിന് മുന്നിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ വെർബിൽ ഒരു വാക്കേ ഉള്ളൂ. പ്ലേസ് എന്ന വാക്ക് മാത്രമാണ് ഇവിടുത്തെ വെർബിലുള്ളത്. ഇങ്ങനെ വെർബ് ഒറ്റ വാക്കാവുന്ന സമയത്ത് ഇതുപോലത്തെ അഡ്വേർബ്സ്, ഇങ്ങനെ ഫ്രീക്വൻസി സൂചിപ്പിക്കുന്ന അഡ്വേർബ്സ്, അതായത് ഒരു പ്രവൃത്തി എത്ര പ്രാവശ്യം നടക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അഡ്വേർബ്സ് ആ വെർബിന് മുന്നിലായിട്ടാണ് വരിക. രാഹുൽ ഓഫൺ പ്ലേസ് ടെന്നീസ്. വെർബിൽ 2 വാക്കുണ്ടെങ്കിൽ അഡ്വർബ് വരിക. അതിലെ ആ ഓക്സിലറി വെർബിന് ശേഷമായിട്ടാണ് വരിക. ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ട്, അതായത് ഓക്സിലറി വെർബിനും മെയിൻ വെർബിനും ഇടയിലായിട്ടാണ് വരിക. വെർബിൽ 3 വാക്കുണ്ടെങ്കിൽ ഈ അഡ്വർബ് വരിക. അതിലെ ആ ആദ്യത്തെ ഓക്സിലറി വെർബിന് ശേഷമാണ്. രാഹുൽ ഓഫൺ പ്ലേസ് ടെന്നീസ്. രാഹുൽ പലപ്പോഴും ടെന്നീസ് കളിക്കാറുണ്ട്. രാഹുൽ ഫ്രീക്വന്റ്ലി പ്ലേസ് ടെന്നീസ് എന്ന് പറയുമ്പോൾ അവൻ കൂടെ കളിക്കാറുണ്ട് എന്നർത്ഥം. അവൻ ഇപ്പോൾ ടെന്നീസ് കളിക്കുകയാണ്. ഇപ്പൊ ഈ സംസാരിക്കുന്ന സമയത്ത് അവൻ ടെന്നീസ് കളിക്കുകയാണ്. ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റിയെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. സംസാരിക്കുന്ന സമയത്ത് നടന്നു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അവൻ ഇപ്പോൾ ടെന്നീസ് കളിക്കുകയാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? അവൻ ടെന്നീസ് കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഇനി അത് ആ ആക്ടിവിറ്റി ഫിനിഷ് ആയിട്ടില്ല, അവൻ അതിന്റെ മിഡിലാണ്. ആ ഐഡിയ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഈ സംസാരിക്കുന്ന സമയം എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ എറൗണ്ട് നൗ, ഈ സംസാരിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട സമയത്ത് എന്ത് നടക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. എത്ര നേരമായി അത് തുടരുന്നു എന്ന് പറയാൻ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യില്ല. ഇപ്പൊ ഇത് നടക്കുന്നുണ്ട്, അത് പറയുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. രാഹുൽ ഈസ് പ്ലേയിങ് ടെന്നീസ് നൗ. രാഹുൽ ഇപ്പോൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആക്ടിവിറ്റി ഫിനിഷ് ആയിട്ടില്ല, ഇപ്പോൾ അവൻ കളിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. ഈസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്ട് ഹി ആണ്. ഹി സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് ഈസ്, ആം, ആർ പ്ലസ് ing ആണ്. അവൻ എപ്പോഴെല്ലാം ടെന്നീസ് കളിക്കാറുണ്ട്, അല്ലെങ്കിൽ അവൻ കൂടെ ടെന്നീസ് കളിക്കാറുണ്ടോ, അതിന്റെ ഫ്രീക്വൻസിയെ കുറിച്ച്, അതാണ് ചോദ്യം. നമുക്കത് മലയാളത്തിൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന അതേപോലെ പറയാനുള്ള പ്രയോഗങ്ങൾ മലയാളത്തിലില്ല. കൂടെ കളിക്കാറുണ്ടോ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് എക്സ്പ്രഷൻ ഹൗ ഓഫൺ ആണ്. ഹൗ ഓഫൺ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആവുമ്പോൾ പിന്നെ നമുക്ക് സബ്ജക്റ്റിന് മുന്നിൽ ഓക്സിലറി വെർബ് വരും. ഇത് ഏത് ഓക്സിലറിയെ നമ്മളിവിടെ ഉപയോഗിക്കുക? നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞു രാഹുൽ പ്ലേസ് ടെന്നീസ് വെരി ഓഫൺ എന്ന് പറഞ്ഞു. അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ഡൂവും ഡസും ആണ്. ഡസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ഡു ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഇവിടെ രാഹുൽ അല്ലെങ്കിൽ അവൻ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡസ് ആണ്. ഹൗ ഓഫൺ ഡസ് ഹി പ്ലേ ടെന്നീസ്. അവൻ കൂടെ ടെന്നീസ് കളിക്കാറുണ്ട്. എപ്പോഴെല്ലാം ടെന്നീസ് കളിക്കാറുണ്ട്. ഹൗ ഓഫൺ ഡസ് ഹി പ്ലേ ടെന്നീസ്. നമ്മൾ ആ ഹി പ്ലേസ് ടെന്നീസ് എന്ന അഫർമേറ്റീവ് സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി ഡസ് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. ഡസിന് ശേഷം പിന്നെ നമ്മൾ പ്ലേ ആണ് പറയുന്നത് കേട്ടോ, പ്ലേസ് എന്ന് പിന്നെ പറയരുത്. ഹൗ ഓഫൺ ഡസ് ഹി പ്ലേ ടെന്നീസ്. ഡസ് ഹി പ്ലേസ് ടെന്നീസ് എന്നല്ല പറയുന്നത്, ഡസ് ഹി പ്ലേ ടെന്നീസ്. ഡൂവിനും ഡസിനും ഡിഡിനും ശേഷം നമ്മൾ V1 ആണ് യൂസ് ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യില്ല. ഹൗ ഓഫൺ ഡസ് ഹി പ്ലേ ടെന്നീസ്. അവൻ ഈ ആഴ്ച 3 പ്രാവശ്യം ടെന്നീസ് കളിച്ചു. ഈ ആഴ്ച 3 പ്രാവശ്യം ടെന്നീസ് കളിച്ചു എന്ന് പറയുമ്പോൾ ഈ ആഴ്ചയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോൾ ഈ സമയം വരെ ഉള്ളതിനിടയിൽ അവൻ 3 തവണ ടെന്നീസ് കളിച്ചു എന്നാണ് പറയുന്നത്. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്ത ഒരു പീരീഡ് ഓഫ് ടൈമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക ഒരു പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ ഞാൻ എഴുതിയത് അവൻ ഈ ആഴ്ച 3 പ്രാവശ്യം ടെന്നീസ് കളിച്ചു എന്നാണ്. പക്ഷെ അതിന്റെ ആക്ച്വലി അർത്ഥം അവൻ ഈ ആഴ്ച 3 പ്രാവശ്യം ടെന്നീസ് കളിച്ചിട്ടുണ്ട് എന്നാണ്. ആ പ്രവൃത്തി അത് പൂർത്തിയായ ഒരു പ്രവൃത്തിയാണ്. ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇപ്പൊ ഈ ആഴ്ച ഒരുപക്ഷെ സൺഡേക്ക് ശേഷമോ മൺഡേക്ക് ശേഷമോ ഉള്ള ഈ ദിവസങ്ങൾക്കിടയിൽ അവൻ 3 പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് പറയേണ്ടത്. ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹി ഹാസ് പ്ലേഡ് ടെന്നീസ് 3 times this week. ഹി ഹാസ് പ്ലേഡ് ടെന്നീസ് 3 times this week. അവൻ ഈ ആഴ്ച 3 പ്രാവശ്യം ടെന്നീസ് കളിച്ചിട്ടുണ്ട്. ഹി പ്ലേഡ് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഹി പ്ലേഡ് ടെന്നീസ് 3 times this week എന്ന് പറഞ്ഞാലും മീനിങ്ങിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അമേരിക്കൻ ഇംഗ്ലീഷിൽ പൊതുവെ ഈ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പക്ഷേ പ്രസന്റ് പെർഫെക്റ്റ് ആണ് കോമൺ ആയി യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പാസ്റ്റ് നിങ്ങളോട് ഉപയോഗിച്ചത് തെറ്റൊന്നുമില്ല. ഹി ഹാസ് പ്ലേഡ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹി പ്ലേഡ്
പ്ലേഡ് ടെന്നീസ് 3 times ദിസ് വീക്ക് എന്നും പറയാം. പ്ലേഡ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അവൻ 5 വയസ്സുള്ളപ്പോൾ മുതൽ ടെന്നീസ് കളിക്കാറുണ്ട്. അവൻ 5 വയസ്സുള്ള സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ് ടെന്നീസ് കളിക്കുക എന്നത്. അവൻ ആ കാലം തൊട്ട് ഇപ്പോഴും ടെന്നീസ് കളിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇതും പറയുന്നത്. എങ്ങനെയാ പറയാ? അപ്പോൾ ഹി ഹാസ് ബീൻ പ്ലേയിങ് ടെന്നീസ് സിൻസ് ഹി വാസ് 5. സിൻസ് ഹി വാസ് 5 എന്ന് പറഞ്ഞാലും സിൻസ് ഹി വാസ് 5 years old എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. ആ ഇയേഴ്സ് ഓൾഡ് അവിടെ ആഡ് ചെയ്യണമെന്നില്ല. ഹി ഹാസ് ബീൻ പ്ലേയിങ് ടെന്നീസ് സിൻസ് ഹി വാസ് 5. മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസിൽ, അതായത് സിൻസിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അവൻ 5 വയസ്സ് മുതൽ ടെന്നീസ് കളിക്കാറുണ്ട്. ഹി ഹാസ് ബീൻ പ്ലേയിങ് ടെന്നീസ് സിൻസ് ഹി വാസ് 5. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെയും കണ്ടിന്യൂ ചെയ്യുന്ന, ഇനി ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് റീസെന്റ് ഫിനിഷ്ഡ് ആയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. തീവണ്ടികൾ സമയത്ത് വരാറേ ഇല്ല. ഇത് നമ്മളൊരു ജനറൽ ട്രൂത്ത് എന്ന രീതിയിലാണ് പറയുന്നത്. ട്രെയിൻ പലപ്പോഴും ലേറ്റ് ആവാറുണ്ട്. സമയത്ത് വരാറേ ഇല്ല എന്നാണ് ഇവിടെ പറയേണ്ടത്. അതിനർത്ഥം ഒരിക്കലും വരാറില്ല എന്നാണ്. നമ്മൾ അതിനെ നെവർ എന്നൊരു അഡ്വർബ് ഉപയോഗിക്കും. സബ്ജക്റ്റ് ട്രെയിൻസ് ആണ്. ട്രെയിൻസ് സമയത്ത് വരാറേ ഇല്ല. സമയത്ത് വരുന്നതിന് അറൈവ് ഓൺ ടൈം എന്ന് പറയും. കം ഓൺ ടൈം അത് നമുക്ക് പറയാം. അറൈവ് എന്ന വെർബോ കം എന്ന വെർബോ നമുക്കിവിടെ യൂസ് ചെയ്യാം. ട്രെയിൻസ് നെവർ അറൈവ് ഓൺ ടൈം. തീവണ്ടികൾ സമയത്ത് വരാറേ ഇല്ല. നെവർ എന്നത് ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്ന ഒരു അഡ്വർബാണ്. അത് വെർബിന് മുന്നിലായിട്ടാണ് വന്നിരിക്കുന്നത്. ട്രെയിൻസ് നെവർ അറൈവ് ഓൺ ടൈം. തീവണ്ടികൾ സമയത്ത് വരാറേ ഇല്ല. യാത്രക്കാർ അക്ഷമരായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ട്രെയിൻ ലേറ്റ് ആണെന്ന് കരുതുക. അങ്ങനെ ആവുമ്പോൾ ആളുകൾ ഇംപേഷ്യന്റ് ആവും. അക്ഷമരാവുക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇംപേഷ്യന്റ് എന്ന അഡ്ജക്റ്റീവ് ആണ്. യാത്രക്കാർ പാസഞ്ചേഴ്സ്, ദ പാസഞ്ചേഴ്സ്. നമ്മൾ പ്രത്യേക പാസഞ്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു വണ്ടി ലേറ്റ് ആണെങ്കിൽ ആ വണ്ടിയിൽ കയറാനുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ദ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത്. പാസഞ്ചേഴ്സ് എന്ന് മാത്രം പറഞ്ഞാൽ യാത്രക്കാർ എന്നർത്ഥം. ദ പാസഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രത്യേക യാത്രക്കാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അക്ഷമരായി കൊണ്ടിരിക്കുകയാണ്. ദ പാസഞ്ചേഴ്സ് ആർ ഗെറ്റിംഗ് ഇംപേഷ്യന്റ്. ഈ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ചേഞ്ചിനെ കുറിച്ച് പറയാൻ, അത് ആളുകളുടെ ഇമോഷനിലുള്ള ചേഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം. ഇതിനെക്കുറിച്ചെല്ലാം പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ പൊതുവെ ഗെറ്റ് എന്ന വെർബിന് ശേഷം ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ദ പാസഞ്ചേഴ്സ് ആർ ഗെറ്റിംഗ് ഇംപേഷ്യന്റ്. ഇംപേഷ്യന്റ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഈ സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആർ ഗെറ്റിംഗ് എന്ന് പറയുന്നത്. സബ്ജക്ട് പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. അതുകൊണ്ട് നമ്മൾ ആർ യൂസ് ചെയ്തു. ദ പാസഞ്ചേഴ്സ് ആർ ഗെറ്റിംഗ് ഇംപേഷ്യന്റ് എന്ന് പറയുമ്പോൾ അവരുടെ ക്ഷമ നശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ആ ക്ഷമയുടെ അളവിലുള്ള ചേഞ്ചിനെ സൂചിപ്പിക്കാനാണ് നമ്മളിവിടെ ആർ ഗെറ്റിംഗ് ഇംപേഷ്യന്റ് എന്ന് പറയുന്നത്. ദേഷ്യം വരുന്നുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ അതിന് പറയുക ദേ ആർ ഗെറ്റിംഗ് ആംഗ്രി എന്നാണ്. അവർ അരമണിക്കൂറായി കാത്തു നിൽക്കുകയാണ്. അരമണിക്കൂർ മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പതായി സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്ത ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. ഇങ്ങനെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഏത് ടെൻസ് യൂസ് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. അവർ, ദേ. കാത്തു നിൽക്കുകയാണ്, വെയിറ്റ്. അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം എന്താണ്? ഹാവ് ബീൻ വെയിറ്റിംഗ്. ഹാവ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ദേ എന്ന പ്ലൂറൽ പ്രൊനൗൺ ആയതുകൊണ്ടാണ്. ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹാഫ് ആൻ അവർ. അവർ അരമണിക്കൂറായി കാത്തു നിൽക്കുകയാണ്. അരമണിക്കൂറായി കാത്തു നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് അവർ അക്ഷമരായി മാറുന്നത്. ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹാഫ് ആൻ അവർ. അവസാനം ട്രെയിൻ വന്നു. അവർ അരമണിക്കൂർ കാത്തു നിന്നു. ഒരുപക്ഷെ അതിൽ കൂടുതൽ സമയം കാത്തു നിന്നിട്ടുണ്ടായിരിക്കും. അവസാനം ട്രെയിൻ വന്നു. അറ്റ് ലാസ്റ്റ്, അവസാനം. അറ്റ് ലാസ്റ്റ് ദ ട്രെയിൻ ഹാസ് അറൈവ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ദ ട്രെയിൻ അറൈവ്ഡ് എന്ന് പറയാം. നമുക്കിവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. അറ്റ് ലാസ്റ്റ് ദ ട്രെയിൻ ഹാസ് അറൈവ്ഡ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അറ്റ് ലാസ്റ്റ് ദ ട്രെയിൻ കെയിം അല്ലെങ്കിൽ ദ ട്രെയിൻ അറൈവ്ഡ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. രണ്ട് ടെൻസും നമുക്ക് ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നീ ധാരാളം വായിക്കാറുണ്ടോ? ചോദ്യം ഒരു ഹാബിറ്റിനെ കുറിച്ചോ ഒരു റുട്ടീനെ കുറിച്ചോ എല്ലാമാണ്. ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്സിലറി വെർബ് ഉപയോഗിച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. വായിക്കുക, റീഡ്. സബ്ജക്റ്റ് യു ആണ്. നീ വായിക്കാറുണ്ട് എന്നെങ്ങനെയാ പറയുന്നത്? യു റീഡ്. യു റീഡ് എന്ന് പറഞ്ഞാൽ നീ വായിക്കാറുണ്ട്. യു റീഡ് എ ലോട്ട് എന്ന് പറയുമ്പോൾ നീ ധാരാളം വായിക്കാറുണ്ട്. നമുക്ക് വേണ്ടത് അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇത് നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ സബ്ജക്റ്റ് യു ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. ഡു യു റീഡ് മച്ച്? നീ ധാരാളം വായിക്കാറുണ്ടോ? ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ മച്ച് എന്ന് പറയുന്ന അഡ്വർബ് യൂസ് ചെയ്തത്. ഇതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ അതിന് പകരം എ ലോട്ട് എന്നാണ് പറയുമായിരുന്നത്. ഐ റീഡ് എ ലോട്ട്. അങ്ങനെയാണ് നമ്മൾ അഫർമേറ്റീവ് ഫോമിൽ പറയാം.
അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമിൽ നമ്മൾ എലോട്ട് അല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം മച്ചാണ് ഉപയോഗിക്കുന്നത്. ഡു യു റീഡ് മച്ച്? നീ ധാരാളം വായിക്കാറുണ്ടോ? അവൾ തനിച്ചാണ് താമസിക്കുന്നത്. സബ്ജക്റ്റ് ഷീ, തനിച്ച്, എലോൺ, താമസിക്കുന്നത്, ജീവിക്കുന്നത്. ഷീ ലിവ്സ് അലോൺ. അവൾ തനിച്ചാണ് താമസിക്കുന്നത്. ഇനി ആളുകളുടെ താമസത്തിനെ കുറിച്ച്, അവരുടെ ജോലികളെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അവരുടെ പെർമനന്റ് ആയ താമസ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. താൽക്കാലികമായി അവർ എവിടെ താമസിക്കുന്നു, എവിടെ ജോലി ചെയ്യുന്നു എന്നെല്ലാം പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ അവൾ പൊതുവേ തനിച്ചാണ് താമസിക്കുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചത്. ഷീ ലിവ്സ് അലോൺ. ലിവ് എന്ന വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. കാരണം സബ്ജക്റ്റ് ഷീ ആണ്. ഷീ ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. ഷീ ലിവ്സ് അലോൺ. അവൾ അപൂർവമായേ പുറത്തു പോവാറുള്ളൂ. വല്ലപ്പോഴും മാത്രമേ പോവാറുള്ളൂ എന്നർത്ഥം. റയർലി, അപൂർവമായി എന്നതിന് നമുക്ക് റയർലി എന്ന് പറയാം. ഷീ പുറത്തു പോവുക, ഗോ ഔട്ട്. ഷീ റയർലി ഗോസ് ഔട്ട്. ഇവിടെ നമ്മൾ ഗോ എന്ന വെർബിന്റെ കൂടെ എസ് മാത്രമല്ല ഒരു ഇയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ചില വെർബ്സ് അങ്ങനെയാണ്. അതിന്റെ സിംഗുലർ ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് എസ് ആഡ് ചെയ്താൽ പോരാ, ഇ എസ് ആഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കോമൺ ആയിട്ടുള്ള വെർബ്സിന്റെ സ്പെല്ലിംഗ് എല്ലാം പഠിച്ചു വെക്കുക. അത് തന്നെ ഇതിനുള്ള ഒരു മാർഗ്ഗമുള്ളൂ. ഷീ റയർലി ഗോസ് ഔട്ട്. അവൾ അപൂർവമായേ പുറത്തു പോവാറുള്ളൂ. റയർലി ഒരു ഫ്രീക്വൻസി അഡ്വർബാണ്. അത് ഗോസ് എന്ന വെർബിന് മുന്നിലായിട്ടാണ് വന്നിട്ടുള്ളത്. അവൾക്ക് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇല്ല. അവൾക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട് എന്നെങ്ങനെയാ പറയുന്നത്? ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ഏത് ഓക്സിലറിയാ യൂസ് ചെയ്യുക? ഹാസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കും. ഇവിടെ സബ്ജക്റ്റ് ഷീ ആയത് കാരണം നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. ഷീ ഹാസ് ഗോട്ട് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട് എന്നർത്ഥം. ഷീ ഹാസ് എന്ന് പറഞ്ഞാലും മതി, പക്ഷെ പൊതുവെ നമ്മൾ ഷീ ഹാസ് ഗോട്ട് അങ്ങനെയാണ് പറയാറ്. ഷീ ഹാസ് ഗോട്ട് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അതാണ് ഇതിന്റെ അഫർമേറ്റീവ് ഫോം. ഇനി നമുക്ക് അതിനെ നെഗറ്റീവ് ഫോമാണ് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെയാ പറയുന്നത്? അവൾക്ക് ഇല്ല എന്നാണ് പറയേണ്ടത്. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഷീ ഹാസൻ ഗോട്ട് എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ എന്ത് പറയാം? ഷീ ഡസൻ ഹാവ് എന്ന് പറയാം. ഷീ ഡസൻ ഹാവ് എനി ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്. അവൾക്ക് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇല്ല. എനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് അങ്ങനെ ആരും ഇല്ല എന്നൊരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഷീ ഡസൻ ഹാവ് ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാലും മീനിങ് ഇത് തന്നെയാണ്. ഷീ ഡസൻ ഹാവ് എന്നതിന് പകരം നമുക്ക് ഷീ ഹാസൻ ഗോട്ട് എന്നും പറയാം. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. ഇത് കഴിഞ്ഞ പല ക്ലാസ്സുകളിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഹാസ് എന്ന വെർബും യൂസ് ചെയ്യാം, ഹാസ് ഗോട്ട് എന്ന വെർബും യൂസ് ചെയ്യാം. ഹാസ് എന്ന വെർബ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിന്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ഡസൻ ഹാവ് ആണ്. ഹാസ് ഗോട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കാൻ ഉപയോഗിക്കുക ഹാസൻ ഗോട്ട് ആണ്. ഷീ ഡസൻ ഹാവ് എനി ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ ഷീ ഹാസൻ ഗോട്ട് എനി ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്. ഒരു നിരീശ്വരവാദി ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. നിരീശ്വരവാദി ഐത്തീസ്റ്റ് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഒരു നിരീശ്വരവാദി എൻ ഐത്തീസ്റ്റ്. വിശ്വസിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ബിലീവ് എന്ന് പറയും. ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിന് ബിലീവ് ഇൻ ഗോഡ് എന്ന് പറയും. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയേണ്ടത്. നെഗറ്റീവ് ആയൊരു വെർബാണ് നമുക്ക് വേണ്ടത്. ഐത്തീസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുക ഡസ് ആണ്. എൻ ഐത്തീസ്റ്റ് ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ഒരു നിരീശ്വരവാദി ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഡസ് നോട്ട് ബിലീവ് എന്ന വെർബിന്റെ നെഗറ്റീവ് ഫോം ആണ് ഡസ് നോട്ട് ബിലീവ് എന്നത്. അവൻ കഠിനമായി അധ്വാനിക്കാറുണ്ട്. അവന്റെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ അവന്റെ ഒരു രീതി. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. കഠിനമായി അധ്വാനിക്കുക, വർക്ക് ഹാർഡ്. ഹി വർക്ക്സ് ഹാർഡ്. അവൻ കഠിനമായി അധ്വാനിക്കാറുണ്ട്. ഇവിടെ ഹാർഡ് എന്നതൊരു അഡ്വർബാണ്. വർക്ക് എന്ന വെർബിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്വർബാണ് ഹാർഡ്. ഇനി അതിനെയും മോഡിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു അഡ്വർബാണ് റിയലി. റിയലി അവിടെ നിർബന്ധമൊന്നുമില്ല. ഹി വർക്ക്സ് റിയലി ഹാർഡ് എന്ന് പറയുമ്പോൾ അവൻ അതികഠിനമായി അധ്വാനിക്കാറുണ്ട് എന്നർത്ഥം. ഇവിടെ റിയലി എന്നത് ഹാർഡ് എന്ന അഡ്വർബിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു അഡ്വർബാണ്. നമുക്ക് അഡ്വർബ് ഉപയോഗിച്ച് വേർബ്സിനെ മാത്രമല്ല അഡ്ജക്റ്റീവ്സിനെയും മറ്റ് അഡ്വേർബ്സിനെയും മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും നമുക്ക് അഡ്വേർബ്സ് ഉപയോഗിക്കാം. അതായത് രണ്ട് അഡ്വേർബ്സ്, രണ്ടോ അതിൽ കൂടുതലോ അഡ്വേർബ്സ് നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. ഹി വർക്ക്സ് റിയലി ഹാർഡ്. അവൻ കഠിനമായി അധ്വാനിക്കാറുണ്ട്. എന്നെ ശല്യം ചെയ്യരുത്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ നൗ. എന്നെ ശല്യം ചെയ്യരുത്, ഇപ്പോൾ ചെയ്യരുത്. ഞാൻ ജോലി ചെയ്യുകയാണ്. ഇപ്പൊ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയേണ്ടത്. അതെങ്ങനെയാ പറയുന്നത്? ഐ ആം വർക്കിംഗ് നൗ. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഐ ആം വർക്കിംഗ് നൗ. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. ഞാനൊരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ എവിടെ ജോലി ചെയ്യുന്നു, എവിടെ താമസിക്കുന്നു, ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ വർക്ക് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. ഞാനൊരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആ ജോലി അത്ര ഇഷ്ടമല്ല. ഐ ഡോണ്ട് എൻജോയ് ഇറ്റ് മച്ച്.
ഐ വർക്ക് ഇൻ എ സൂപ്പർ മാർക്കറ്റ് ബട്ട് ഐ ഡോണ്ട് എൻജോയ് ഇറ്റ് മച്ച്. ഐ എൻജോയ് എന്ന് പറയുമ്പോൾ ഞാനത് ഇഷ്ടപ്പെടുന്നു, ആസ്വദിക്കുന്നു എന്നർത്ഥം. ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ ഐ ഡോണ്ട് എൻജോയ് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് എൻജോയ് ഇറ്റ് മച്ച്, അത്ര ഇഷ്ടമല്ല എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ മച്ച് എന്ന ആ അഡ്വർബ് യൂസ് ചെയ്തത്. രണ്ട് ക്ലോസും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും അനിഷ്ടങ്ങളെക്കുറിച്ചും അതെല്ലാം പറയുന്നതിന് വേണ്ടി, പ്രിഫറൻസസിനെ കുറിച്ചും എല്ലാം പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഞങ്ങൾ പലപ്പോഴും പാർക്കിൽ പോവാറുണ്ട്. ഓഫൺ അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി, നമുക്ക് ആ അഡ്വർബിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ഞങ്ങൾ വി, പാർക്കിൽ പോവാറുണ്ട് ഹാബിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പോവുക എന്നതിന്റെ വെർബ് എന്താണ്? ഗോ ആണ്. അതിന്റെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോം അതും ഗോ തന്നെയാണ്. വി ഓഫൺ ഗോ ടു ദ പാർക്ക്. ഞങ്ങൾ ഇടയ്ക്കിടെ, കൂടെ പലപ്പോഴും പാർക്കിൽ പോവാറുണ്ട്. ഗോ എന്ന വെർബിന്റെ കൂടെ നമ്മൾ എസും ഇ എസും ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം സബ്ജക്റ്റ് വി ആണ്. വി ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. വി ഓഫൺ ഗോ ടു ദ പാർക്ക്. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പാർക്കിൽ പോകുന്നുണ്ട്. പോയിട്ടില്ല, വൈകുന്നേരം പോകുന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു തീരുമാനം ആൾറെഡി ഉണ്ട്. ഇങ്ങനെ നേരത്തെ തന്നെ തീരുമാനിച്ച് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? അതിന് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഫ്യൂച്ചറിലാണ് നടക്കാനുള്ളത് എന്നുകൊണ്ട് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കരുത്. അറേഞ്ച്മെന്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് വേണം ഫ്യൂച്ചർ ഇവന്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പാർക്കിൽ പോകുന്നുണ്ട്. വൈകുന്നേരം, ഈവനിങ്. വി ആർ ഗോയിങ് ടു ദ പാർക്ക് ദിസ് ഈവനിങ് അല്ലെങ്കിൽ ഇൻ ദ ഈവനിങ്. വി ആർ ഗോയിങ് ടു ദ പാർക്ക് ഇൻ ദ ഈവനിങ്. ഞങ്ങൾ വൈകുന്നേരം പാർക്കിൽ പോകുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം ആണ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ഐ എൻ ജി. ഇവിടെ സബ്ജക്റ്റ് വി ആയതുകൊണ്ടാണ് നമ്മൾ ആർ ഉപയോഗിച്ചത്. വി ആർ ഗോയിങ് ടു ദ പാർക്ക് ഇൻ ദ ഈവനിങ്. ഞങ്ങൾ വൈകുന്നേരം പാർക്കിൽ പോകുന്നുണ്ട്. ഏപ്രിലിൽ മഴ പെയ്യാറില്ല. അങ്ങനെ ഒരു പതിവില്ല എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഒരു പതിവുണ്ട് എന്ന് പറയാൻ നമ്മൾ പതിവില്ല അല്ലെങ്കിൽ പതിവുണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. മഴ പെയ്യുക, അത് നമ്മൾ എപ്പോഴും ഈ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇറ്റ് എന്ന പ്രൊനൗൺ ആണ്. ജൂണിൽ മഴ പെയ്യാറുണ്ട് എന്ന് എങ്ങനെയാ പറയുന്നത്? ഇറ്റ് റെയിൻസ് ഇൻ ജൂൺ. ഇറ്റ് റെയിൻസ് ഇൻ ജൂൺ എന്ന് പറഞ്ഞാൽ ജൂണിൽ മഴ പെയ്യാറുണ്ട് എന്നർത്ഥം. ഏപ്രിലിൽ മഴ പെയ്യാറില്ല. നമുക്ക് ഇതിന്റെ നെഗറ്റീവ് ഫോം ആണ് വേണ്ടത്. അതെങ്ങനെയാ പറയുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടെ സബ്ജക്റ്റ് ഇറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. ഇറ്റ് ഡസൻ റെയിൻ ഇൻ ഏപ്രിൽ. ഏപ്രിലിൽ മഴ പെയ്യാറില്ല. ജൂണിൽ മഴ പെയ്യാറുണ്ട്. ഇറ്റ് റെയിൻസ് ഇൻ ജൂൺ. ഇറ്റ് ഡസൻ റെയിൻ ഇൻ ഏപ്രിൽ. ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഇപ്പൊ ഈ സംസാരിക്കുന്ന സമയത്ത് മഴ പെയ്യുന്നില്ല എന്നാണ് പറയേണ്ടത്. സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് അറ്റ് ദ മൊമെന്റ്. ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഈസ് നോട്ട് റെയിനിങ് എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു നെഗറ്റീവ് ഫോമാണ്. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് അറ്റ് ദ മൊമെന്റ്. കഴിഞ്ഞ മാസം മുതൽ അവൻ ഒരു പുതിയ പ്രൊജക്ട് ചെയ്യുകയാണ്. അവൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ മാസമാണ്. അതിനുശേഷം ഇപ്പോൾ ഈ സമയം വരെയും അവനൊരു പുതിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കൂടെ ഉപയോഗിക്കാം. ലീവ്, വർക്ക്, ഈ രണ്ട് വേർബ്സിന്റെ കൂടെയും നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഒരേ മീനിങ്ങിൽ യൂസ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെ പറയാം. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഓൺ എ ന്യൂ പ്രൊജക്ട് സിൻസ് ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം മുതൽ. അതിനാണ് നമ്മളിവിടെ സിൻസ് ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. ജനുവരി മുതൽ എന്നാണ് പറയേണ്ടതെങ്കിലോ അതിന് നമ്മൾ പറയുക സിൻസ് ജാനുവരി എന്നാണ്. 6 മാസമായി ഒരു പുതിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ അതിന് നമ്മൾ പറയുക ഫോർ 6 months എന്നാണ്. 6 മാസമായി, ഫോർ 6 months. സിൻസ് ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം മുതൽ. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഓൺ എ ന്യൂ പ്രൊജക്ട് സിൻസ് ലാസ്റ്റ് മന്ത്. അവൻ കഴിഞ്ഞ മാസം മുതൽ ഒരു പുതിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ്, പുതിയ പ്രൊജക്ട് ചെയ്യുകയാണ്. ഹാസ് ബീൻ വർക്കിംഗ് എന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. പ്രസന്റ് പെർഫെക്റ്റ് ആയ ഹാസ് വർക്ക്ഡും നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഹി ഹാസ് വർക്ക്ഡ് ഓൺ എ ന്യൂ പ്രൊജക്ട് സിൻസ് ലാസ്റ്റ് മന്ത്. ഇത് രണ്ടിന്റെയും അർത്ഥം ഇവിടെ ഒന്ന് തന്നെയാണ്. 6 മാസമായി അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. 6 മാസമായി, ഫോർ 6 months. അവൾ, ഷീ, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 6 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴായി സമയം വരെയും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹാസ് ബീൻ പ്ലസ് ലേണിംഗ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം. ഇവിടെ ഷീ ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 6 months. അവൾ 6 മാസമായി ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? നീ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി, ഹൗ ലോങ്. ജോലി ചെയ്യാൻ ഇവിടെ തുടങ്ങിയിട്ട് 10 വർഷമായി ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് എങ്ങനെയാ പറയുന്നത്?
ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years എന്ന് പറയും, അല്ലെങ്കിൽ ഐ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ 10 years എന്ന് പറയും. വർക്ക്, ലിവ്, ഈ രണ്ട് വെർബിന്റെ കൂടെയും നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഒരേ മീനിങ്ങിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ 10 വർഷമായി ജോലി ചെയ്യുന്നു എന്ന് ഞാൻ ഇങ്ങനെയാണ് പറയുക, ഐ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ 10 years എന്ന് പറയും, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years എന്ന് പറയും. ഇവിടെ ക്വസ്റ്റ്യൻ ആണ്, എത്ര കാലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നാണ് ചോദിക്കേണ്ടത്. സബ്ജക്റ്റ് യു ആണ്. നമ്മളിത് ഹൗ ലോങ്, എത്ര കാലമായി എന്നർത്ഥത്തിൽ ഹൗ ലോങ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ, അല്ലെങ്കിൽ ഹൗ ലോങ് ഹാവ് യു വർക്ക്ഡ് ഹിയർ. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം നമുക്ക്, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഇവിടെ ആദ്യം ഹാവ് യു വർക്ക്ഡ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഹാവ് യു ബീൻ വർക്കിംഗ് എന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ, നീ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. മുത്തച്ഛന് നല്ല സുഖമില്ല. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഗ്രാൻഡ് ഫാദർ ഈസ് നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ഗ്രാൻഡ് ഫാദർ ഈസ് ഇൽ എന്ന് പറയാം. ഈസ് നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞാലും ഇൽ എന്ന് പറഞ്ഞാലും മീനിങ് ഏകദേശം സെയിം തന്നെയാണ്. ഗ്രാൻഡ് ഫാദർ ഈസ് ഇൽ, മുത്തച്ഛന് നല്ല സുഖമില്ല, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഈസ് നോട്ട് ഫീലിംഗ് വെൽ. മുത്തച്ഛന് കുറേ മാസങ്ങളായി നല്ല സുഖമില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പതാ ഈ സമയം വരെയും കണ്ടിന്യൂ ചെയ്തൊരു സിറ്റുവേഷനെ കുറിച്ചാണ്. മുത്തച്ഛന് അസുഖം വന്നത് പാസ്റ്റിൽ എപ്പോഴോ ആണ്, എന്നിട്ട് അതിനുശേഷം ഈ സമയം വരെയും മുത്തച്ഛന് സുഖമായിട്ടില്ല. ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? സുഖമില്ല എന്ന് പറയാൻ നമ്മളവിടെ ഉപയോഗിച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ സുഖം തോന്നുന്നില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഷീസ് ഇൽ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇനി നമുക്ക് പറയേണ്ടത് കഴിഞ്ഞ കുറേ മാസങ്ങളായി സുഖമില്ല എന്നാണ്. അതായത് നമ്മളിവിടെ ഒരു ഡ്യൂറേഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഡ്യൂറേഷൻ മെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. മറ്റ് ടെൻസസ് സിമ്പിൾ ടെൻസോ കണ്ടിന്യൂസ് ടെൻസോ അതിന്റെ കൂടെ യൂസ് ചെയ്യരുത്. ഗ്രാൻഡ് ഫാദർ ഹാസ് ബീൻ ഇൽ ഫോർ സെവറൽ മന്ത്സ്. ഇവിടെ ഹാസ് ബീൻ എന്ന് പറയുന്നത് ഈസ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ്. അതിന് വേറെ പ്രത്യേകതകളൊന്നും തന്നെ ഇല്ല. സമയം സൂചിപ്പിക്കുന്ന ഡ്യൂറേഷൻ പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഈ ഷർട്ടിൽ അഴുക്കാണ്. ദിസ് ഷർട്ട് ഈസ് ഡർട്ടി. ഈ ഷർട്ടിൽ അഴുക്കാണ്, നീ അത് നന്നായി കഴുകിയിട്ടില്ല. സബ്ജക്റ്റ് യു ആണ്. കഴുകിയിട്ടില്ല, കഴുകുക എന്നതിന് നമുക്ക് വാഷ് എന്ന് പറയാം. അതിന്റെ കഴുകിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ നെഗറ്റീവ് ഫോം ഉണ്ടാക്കുക ഹാവ് നോട്ട് ഉപയോഗിച്ചാണ്. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കുക ഡിഡ് നോട്ട് ഉപയോഗിച്ചാണ്. നീ അത് നന്നായി കഴുകിയിട്ടില്ല. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചത് എങ്ങനെയാണ് പറയുന്നത്? യു ഹാവിൻ വാഷ്ഡ് ഇറ്റ് പ്രോപ്പർലി. നീ അത് നന്നായി കഴുകിയിട്ടില്ല. പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ നന്നായി എന്നർത്ഥം. യു ഹാവിൻ വാഷ്ഡ് ഇറ്റ് പ്രോപ്പർലി, നീ അത് നന്നായി കഴുകിയിട്ടില്ല. പ്രസന്റ് പെർഫെക്റ്റിന് വരെ നമുക്കിവിടെ വേണമെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. യു ഡിഡിൻ വാഷ് ഇറ്റ് പ്രോപ്പർലി, രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. മീനിങ്ങിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണെങ്കിൽ പൊതുവെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. അമേരിക്കൻ ഇംഗ്ലീഷിൽ പൊതുവെ സിമ്പിൾ പാസ്റ്റ് ആണ് ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. യു ഹാവിൻ വാഷ്ഡ് ഇറ്റ് പ്രോപ്പർലി അല്ലെങ്കിൽ യു ഡിഡിൻ വാഷ് ഇറ്റ് പ്രോപ്പർലി. ഹാവിൻ വാഷ്ഡ് എന്നത് വാഷ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ്. ഡിഡിൻ വാഷ് എന്നത് വാഷ് എന്ന വെർബിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോം ആണ്. ഒരുവിധം എല്ലാ ദിവസവും ഞാൻ നടക്കാൻ പോവാറുണ്ട്. ഒരുവിധം എല്ലാ ദിവസവും, ഓൾമോസ്റ്റ് എവറി ഡേ. ഞാൻ നടക്കാൻ പോവാറുണ്ട് ഒരു ഹാബിറ്റ് ആണ്. ഹാബിറ്റിനെ കുറിച്ചാണ് പറയേണ്ടത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ ഗോ ഫോർ എ വാക്ക് ഓൾമോസ്റ്റ് എവറി ഡേ. ഞാൻ ഒരുവിധം എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്. ഐ ഗോ ഫോർ എ വാക്ക് ഓൾമോസ്റ്റ് എവറി ഡേ. ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോവുക. ഗോ ഫോർ എ സ്വിം എന്ന് പറഞ്ഞാൽ നീന്താൻ പോവുക. പ്രത്യേകിച്ചൊരു ഉദ്ദേശമില്ലാതെ വാഹനത്തിൽ കറങ്ങുന്നതിന് നമുക്ക് ഗോ ഫോർ എ ഡ്രൈവ് എന്ന് പറയാം. കുതിരപ്പുറത്തൊക്കെ മറ്റ് ട്രാവൽ ചെയ്യുന്നതിന് നമുക്ക് ഗോ ഫോർ എ റൈഡ് എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ഗോ ഉപയോഗിക്കുന്ന ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. എനിക്ക് ക്ഷീണമുണ്ട്, ഐ ആം ടയേർഡ്. ഞാൻ കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ക്ഷീണത്തിന്റെ കാരണമാണ് പറയുന്നത്. ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എത്ര സമയം എന്ന് പറയുന്നില്ല, പക്ഷെ കുറേ നേരമായി എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഈ സമയം വരെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ ആം ടയേർഡ്, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ എ ലോങ് ടൈം. ഞാൻ കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ? ഈസ് ഇറ്റ് സ്റ്റിൽ റെയിനിങ്? ഇപ്പോഴും, അതിനാണ് സ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഈസ് ഇറ്റ് സ്റ്റിൽ റെയിനിങ്? മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ? ഇല്ല, നോ, മഴ നിന്നിരിക്കുന്നു, നിന്നിട്ടുണ്ട് എന്നർത്ഥത്തിൽ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. കാരണം പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ റീസെന്റ് ഫിനിഷ്ഡ് ആയ ഒരു ഇവന്റ് ആണിത്. മഴ നിന്നിരിക്കുന്നു, മഴ ഇപ്പൊ പെയ്യുന്നില്ല, പക്ഷെ കുറേ നേരമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈസ് ഇറ്റ് സ്റ്റിൽ റെയിനിങ്? മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ? നോ, ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ്. മഴ പെയ്യൽ നിന്നിരിക്കുന്നു, മഴ തോർന്നിരിക്കുന്നു എന്നർത്ഥം. ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ്. സാധിക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കാറുണ്ട്. ഞാൻ സന്ദർശിക്കാറുണ്ട്. ഐ വിസിറ്റ്. ആരെ? എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ.
ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് സാധിക്കുമ്പോഴെല്ലാം. വെനെവർ ഐ ക്യാൻ. സാധിക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് വെനെവർ ഐ ക്യാൻ. പറ്റുമ്പോഴെല്ലാം എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ വെനെവർ ഉപയോഗിക്കുന്നത്. ഈയിടെയായി എനിക്ക് നല്ല സുഖമില്ല. എനിക്ക് സുഖമില്ല. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഈയിടെയായി സുഖമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്റ്റാർട്ട് ചെയ്തൊരു സിറ്റുവേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമായ ഹാവ് നോട്ട് ബീൻ ഫീലിംഗ് വെൽ ആണ്. ഐ ഹാവിൻ ബീൻ ഫീലിംഗ് വെൽ റീസെന്റ്, അല്ലെങ്കിൽ ഓഫ് ലേറ്റ്. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. ഒരു ഡോക്ടറെ കാണേണ്ടി വരുമെന്ന് തോന്നുന്നു. എനിക്കാണ് തോന്നുന്നത്. ഐ തിങ്ക് ഒരു ഡോക്ടറെ കാണണം. ഐ ഷുഡ് സീ എ ഡോക്ടർ. ഐ തിങ്ക് ഐ ഷുഡ് സീ എ ഡോക്ടർ. ഐ ഹാവ് നോട്ട് ബീൻ ഫീലിംഗ് വെൽ റീസെന്റ്. എനിക്ക് ഈയിടെയായിട്ട് നല്ല സുഖമില്ല. ഐ തിങ്ക് ഐ ഷുഡ് സീ എ ഡോക്ടർ. നീ കൂടെ കൂടെ അവിടെ പോവാറുണ്ടോ? ഓഫൺ. നീ പോവാറുണ്ടോ? ഞാൻ പോവാറുണ്ട് എന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? ഐ ഗോ ദർ ഓഫൺ എന്ന് പറയും, അല്ലെങ്കിൽ ഐ ഓഫൺ ഗോ ദർ എന്ന് പറയും. പോവാറുണ്ടോ ക്വസ്റ്റ്യൻ ആണ്, സബ്ജക്റ്റ് നീ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക ഡു ആണ്. ഡു യു ഓഫൺ ഗോ ദർ. നീ അവിടെ കൂടെ കൂടെ പോവാറുണ്ടോ? ഡു യു ഓഫൺ ഗോ ദർ. നീ നിന്റെ ജോലി പൂർത്തിയാക്കിയോ? ചെയ്ത് കഴിഞ്ഞോ എന്നാണ് ചോദ്യം. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക് എറ്റ്. നീ നിന്റെ ജോലി പൂർത്തിയാക്കിയോ? അല്ലെങ്കിൽ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിഡ് യു ഫിനിഷ് യുവർ വർക്ക്. നീ നിന്റെ ജോലി പൂർത്തിയാക്കിയോ? ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക് എറ്റ്, അല്ലെങ്കിൽ ഡിഡ് യു ഫിനിഷ് യുവർ വർക്ക് എറ്റ്. നീ നിന്റെ ജോലി പൂർത്തിയാക്കിയോ. സിമ്പിൾ പാസ്റ്റും നമുക്ക് ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഇവിടെ മീനിങ്ങിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ട്രെയിൻ എത്ര മണിക്കാണ് വരുന്നത്? ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ടൈം ടേബിളിന്റെ ഭാഗമായ ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ട്രെയിൻ എത്ര മണിക്ക് വരും, എത്ര മണിക്ക് പോകും, ഇതൊന്നും നമ്മൾ നിശ്ചയിക്കുന്ന കാര്യങ്ങളല്ല. വരാൻ പോകുന്നത് ഫ്യൂച്ചറിലാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ടൈം ടേബിളിന്റെ ഇവന്റ്സിനെ കുറിച്ച് പറയാൻ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. എത്ര മണിക്കാണ് വരുന്നത്? വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ്. ട്രെയിൻ എത്ര മണിക്കാണ് വരുന്നത്? ഇവിടെ ഡസ് ഉപയോഗിക്കാൻ കാരണം മനസ്സിലായല്ലോ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ്. ട്രെയിൻ എത്ര മണിക്കാണ് വരുന്നത്? രവി എവിടെ? വേർ ഈസ് രവി. രവി എവിടെ? അവൻ പുറത്തു പോയിരിക്കുന്നു. ഹി ഹാസ് ഗോൺ ഔട്ട്. അവൻ പുറത്തു പോയിരിക്കുന്നു. ഇതിനർത്ഥം എന്താ? ഹി ഹാസ് ഗോൺ ഔട്ട് എന്ന് പറയുമ്പോൾ അവൻ പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടില്ല എന്നാണ്. ഇങ്ങനെ കംപ്ലീറ്റ് ആയ വിസിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ ഗോ എന്ന വെർബ് യൂസ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ബീൻ ആണ്. ഹി ഹാസ് ഗോൺ ഔട്ട് എന്ന് പറയുമ്പോൾ അവൻ പുറത്തു പോയി, ഇപ്പോൾ തിരിച്ചെത്തിയിട്ടില്ല, ഇപ്പോഴും പുറത്ത് തന്നെയാണ് എന്നാണ് അർത്ഥം. ഗോ എന്ന വെർബിന്റെ V3 ആണ് ഗോൺ. ഹി ഹാസ് ഗോൺ ഔട്ട്. രാഹുൽ എത്ര മണിക്കാണ് വരുന്നത്? വാട്ട് ടൈം. രാഹുൽ സിംഗുലർ സബ്ജക്റ്റ് ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആണ്. ഇതൊരു പേഴ്സണൽ അറേഞ്ച്മെന്റ് ആണ്. നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വാട്ട് ടൈം ഈസ് രാഹുൽ ലീവിങ്. രാഹുൽ എത്ര മണിക്കാണ് പോകുന്നത്? ഞാൻ 3 മണിക്കാണ് പോകുന്നത് എന്നാണ് പറയേണ്ടതിൽ ഞാൻ പറയാം ഐ എം ലീവിങ് അറ്റ് 3 o'clock എന്നാണ്. ഇവിടെ നമുക്ക് ചോദിക്കേണ്ടത് എത്ര മണിക്കാണ് പോകുന്നത് എന്നാണ്. വാട്ട് ടൈം ഈസ് രാഹുൽ ലീവിങ്. അവൻ എത്ര മണിക്കാണ് പോകുന്നത്? അവൻ എപ്പോഴേ പോയി എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കാം സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഹി ഓൾറെഡി ലെഫ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹി ഹാസ് ഓൾറെഡി ലെഫ്റ്റ് എന്നും പറയാം. രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് കോമൺ ആയി യൂസ് ചെയ്യുക. അമേരിക്കൻ ഇംഗ്ലീഷിൽ സിമ്പിൾ പാസ്റ്റ് ആണ് കോമൺ ആയി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റു വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.